സുഹൈൽ, ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുന്നു. ഇന്നിപ്പോൾ ഈ 14-ാം ദിനത്തിലെ ഈ പകലിൽ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി, എന്താണ് ഏതെങ്കിലും മേഖലകളിൽ ഒരു യുദ്ധവിരാമത്തിനുള്ള അല്ലെങ്കിൽ സമവായ സാധ്യതകൾക്കുള്ള ചർച്ചകളോ സൂചനകളോ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് കാണുന്നുണ്ടോ? സൈഫുദ്ദീൻ, പല ഭാഗത്തു നിന്നും റഷ്യയുടെയും അതേപോലെ ചൈനയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പരമാവധി ഇസ്രായേലിന് പ്രഹരമേൽപ്പിച്ചതിന് ശേഷം മാത്രം ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം തുടങ്ങുന്നത് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ആണെങ്കിലും അത് അവസാനിപ്പിക്കുന്നത് തങ്ങളായിരിക്കും എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. പലതരത്തിലുള്ള നീക്കുപോക്കുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായി ഉണ്ടാകുന്ന വലിയ ആഘാതം, പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്കിൽ വലിയ ചില നീക്കത്തിന് അവിടെ മൈനുകൾ വെച്ച് പൊട്ടിക്കാനും കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണം നടത്താനുമൊക്കെയുള്ള നീക്കത്തിലേക്ക് IRGC കടക്കുകയാണ്. അതിപ്പോഴുള്ളതിനേക്കാൾ വലിയൊരു ഇമ്പാക്ട് ഈ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകും എന്ന് നമുക്കറിയാം. ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുന്നു. ഗ്യാസ് കിട്ടാനില്ല എന്നുള്ളത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, അത് ലോകത്തിന്റെ ആകെ പ്രശ്നമാണ്. പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകം പോകുമ്പോൾ രണ്ട് സമ്മർദ്ദങ്ങൾക്കിടയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. ഒന്ന് സാമ്പത്തികമായ പ്രതിസന്ധി, സ്വാഭാവികമായും ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ അത് ട്രംപിനറിയാം. മറുഭാഗത്ത് നെതന്യാഹു ഉയർത്തുന്ന ഒരു സമ്മർദ്ദം. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടി അദ്ദേഹത്തിന് വിജയം ആഘോഷിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് നെതന്യാഹു ഉള്ളത്. ഇത് രണ്ടിന്റെയും ഇടയിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഉള്ളത്. ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇറാൻ ഒരിക്കലും അതിന് വഴങ്ങേണ്ടതില്ല, ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഒപ്പം ഈ അറബ് മേഖലയിലുള്ള US ബേസുകൾ അത് വലിയൊരു നഷ്ടമാണ്, അത് അറബ് ജനതയ്ക്കാകെ വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ഈ രണ്ട് പോയിന്റിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. ഒന്ന്, ഇസ്രായേലിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവണം, ഇത് തുടങ്ങിവെച്ച ഇസ്രായേലിന് വലിയ പ്രഹരമേൽക്കണം എന്ന് കണ്ടുകൊണ്ട് ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. അതോടൊപ്പം അറബ് ജനതയ്ക്ക് ഒരു സന്ദേശം നൽകുന്നു, അവിടെയുള്ള US ബേസുകൾ മുഴുവൻ ഒഴിപ്പിക്കുന്നതാണ് ഇനിയെങ്കിലും നല്ലത്. ഈ ബേസുകൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറബ് ജനതയുടെ, യുടെ, സൗദി അറേബ്യയുടെ, അതേപോലെ തന്നെ ഖത്തറിന്റെ എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വെച്ച ഈ ബേസുകൾ തന്നെയാണ് തങ്ങളുടെ ജീവനും അതേപോലെ തന്നെ സമ്പത്തിനും ഏറ്റവും വലിയ ഭീഷണിയെന്ന് അറബ് രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇറാൻ ജനതയുള്ളത്, ഇറാനിയൻ ഭരണകൂടമുള്ളത്, IRGC ഉള്ളത്. ഇത് രണ്ടും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ സമ്മർദ്ദം ഉയർത്തി വെക്കുക. അത് നമുക്കറിയാം, ഇന്ത്യക്ക് വരെ അതിന്റെ തിരിച്ചടികൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലും അന്നം കിട്ടാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു. അത് ലോകത്തെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. അത് ഇറാന് സാധിക്കും. ആ ഒരു സമ്മർദ്ദ തന്ത്രം പരമാവധി പ്രയോഗിക്കുക എന്നുള്ള തലത്തിലേക്ക് ഇറാൻ പോവുകയാണ്. സുഹൈലാണ്